ശ്രീകണ്ഠൻ നായർ തന്നെ പറയുന്നത് വേറെ ഒന്നുമില്ല. ആ ചർച്ചയിൽ വരുമ്പം ഈ പലരും പറയുന്ന സമയത്ത് അവർ സയൻറ്റിഫിക് എവിഡൻസ് ആണ്. നിങ്ങൾക്ക് അസുഖം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ? അതിപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാണത് മാറിയില്ലെങ്കിൽ നിങ്ങൾ പൂജ ചെയ്താണത് മാറിയത്, അങ്ങനെയല്ല അതിനുശേഷം നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തോ? അത് അവിടെ 1 മണിക്കൂർ കൊണ്ട് ഇതെന്തെങ്കിലുമൊക്കെ തെളിയിക്കാൻ പറ്റുമോ? മരണമുണ്ട്, ആ സമയത്ത് തിരിച്ച് വന്ന അവസ്ഥയുണ്ട്. ഇതിൽ പരമാർത്ഥ തെളിവ് എന്താ വേണ്ട? തെളിവല്ലേ ഇത്? അതിലൊന്നിൽ ആദ്യം അവന് വെടികൊള്ളും. പിന്നെ അടുത്ത പ്രാവശ്യം ഈ പുള്ളി എനർജി ലെവൽ ബൂസ്റ്റ് ആയ ശേഷം പുള്ളി ആ ബുള്ളറ്റിന് ഇങ്ങനെ പിടിച്ചിട്ട് താഴെ ഇടും. ഈ വിദേശത്തു നിന്ന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പൂജയും കാര്യങ്ങളും. അവരുടെ പൂജ കഴിയുമ്പോഴത്തേക്കും ദേവി അവർക്ക് വിർച്വലി അവർ കാണുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണോ ഈ വിദേശത്തിരിക്കുന്നവർക്ക് ഉണ്ടാവുന്നത്? അത് അവരുടെ ചോദിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയായ മറുപടിയല്ല, എന്നാലും അത് അഹങ്കാരപ്പറച്ചിലാണ്. ക്ഷേത്രങ്ങളുടെ മേൽക്കൂരയില്ലാത്ത ക്ഷേത്രങ്ങൾക്ക് അവർ കൗണ്ട് ചെയ്യുന്ന ഈ ഫിസിക്സിൽ ചില കാൽക്കുലേഷൻ ഉണ്ട്. അതിൽ 12 ലെവലാണ് നാഗക്ഷേത്രങ്ങൾ. അത്ര എനർജി ലെവലാണ് നാഗങ്ങൾ. അതുകൊണ്ടാണ് ഓപ്പണായിട്ട്. പിന്നെ പലപ്പോഴും പറയാറുണ്ട് സ്ത്രീകൾ വന്നിട്ട് സ്ത്രീകളുടെ തലയിൽ അനുഗ്രഹം, ആണുങ്ങൾക്ക് തോളിൽ അനുഗ്രഹം. അതാണ് പലപ്പോഴും ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഷർട്ടിടാതെ ചെല്ലാൻ പറയുന്ന കാര്യം അതാണ്. സ്ത്രീകളും തല കെട്ടിയിട്ട് ചെല്ലണം, മുടി വിരിച്ചിട്ട് ചെല്ലരുത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ എനർജി ലെവലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലുള്ള ദേവൻ ഏതാണോ ഭാവം, അതാണ് വിഗ്രഹമായിട്ട് നമ്മളത് കാണുന്നത്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഷഡ്ചക്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, പിന്നെ ആജ്ഞ, സഹസ്രകൻ. ഈ ഒരു മൊമെൻറ്റം വന്നിട്ട് നമ്മളിപ്പോൾ നേരെ നടയിലാണ് ഇപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്നത്. സാധാരണ ക്യാമറ കയറ്റാറില്ല. അത് നമ്മൾ ഒന്ന് ശബരിമലയിലെ ചില വിഷ്വൽ വരെ ഈ ചില സമയങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഷോ ഇതാരാണ് ഇങ്ങനെ ക്യാമറ കൊണ്ടുവരേണ്ടി ചോദിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതെല്ലാം കോൺസെപ്റ്റ് ബ്രേക്കായി. വെക്കാവോ എന്ന് ചോദിക്കണമുണ്ട്. പക്ഷേ ആൾക്കാർ ഭക്തർ വരുമ്പോഴത്തേക്കും എന്താ ഇവിടെ ക്യാമറ വെച്ചിട്ട് എന്താണ് പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന ഒരു തരത്തിലേക്ക്. പക്ഷേ ഇത് അങ്ങ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ എനർജി വേൾഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ എത്തരത്തിലുള്ള എനർജിയാണ് നമ്മൾ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ അത് പറയാൻ കഴിയുമെങ്കിൽ നമ്മൾ വരുമ്പോൾ, ഞാനിപ്പോൾ സാധാരണ ഒരു മനുഷ്യനാണ്, സാധാരണ എനർജിക്കാരനാണ്. ഇവിടെ വരുമ്പോൾ എനിക്ക് എത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടാൻ സാധ്യത? അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് ഓരോ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലുള്ള ചൈതന്യത്തിനെ സാംശീകരിച്ച് കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഓരോ പാരായണങ്ങൾ, പൂജകൾ, ലക്ഷാർച്ചനകൾ, അഭിഷേകം ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ എനർജി ലെവൽ ബൂസ്റ്റപ്പ് ആകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ എനർജി ലെവലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലുള്ള ദേവൻ ഏതാണോ ഭാവം, അതാണ് വിഗ്രഹമായിട്ട് നമ്മളത് കാണുന്നത്. ആ കാണുന്ന കണക്ടിവിറ്റി കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഷഡ്ചക്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, പിന്നെ ആജ്ഞ, സഹസ്രകൻ. ഈ ഒരു മൊമെൻറ്റം വന്നിട്ട് ഈ ക്ഷേത്ര ദർശനത്തിലൂടെ ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റും, കാലിൻ്റെ ഉപ്പൂറ്റിയിൽ നിന്ന് തന്നെ ഒരു വൈബ്രൻ്റ് ഗിറെന്ന് പറഞ്ഞ് തലച്ചോറ് വരെ പോകുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ചിലർക്കത് അനുഭവവേദ്യമാകും. അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ദേവി ചൈതന്യം ആർക്ക് വന്നാലും തൊഴുത് അനുഗ്രഹം മേടിക്കുക. പിന്നെ പലപ്പോഴും പറയാറുണ്ട് സ്ത്രീകൾ വന്നിട്ട് സ്ത്രീകളുടെ തലയിൽ അനുഗ്രഹം, ആണുങ്ങൾക്ക് തോളിൽ അനുഗ്രഹം. അതാണ് പലപ്പോഴും ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഷർട്ടിടാതെ ചെല്ലാൻ പറയുന്ന കാര്യം അതാണ്. സ്ത്രീകളും തല കെട്ടിയിട്ട് ചെല്ലണം, മുടി വിരിച്ചിട്ട് ചെല്ലരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അനുഗ്രഹം എനർജി നമുക്ക് വാങ്ങിക്കാനായിട്ട്, നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ തൊഴുത് പ്രദക്ഷിണം വയ്ക്കുമ്പോഴത്തേക്കും ആണുങ്ങൾ വന്നിട്ട് 8 അംഗങ്ങളും തറയിൽ മുട്ടിച്ചിട്ടാണ് നമസ്കരിക്കേണ്ടത്. പക്ഷെ സ്ത്രീകൾക്ക് വന്നിട്ട് പാല് കൊടുക്കുന്നതായതുകൊണ്ട് നെഞ്ച് തറയിൽ തൊടാൻ പാടില്ല, മുട്ടുകുത്തി നമസ്കരിക്കുക. അപ്പോൾ അതൊരു വിഷയമാണ്. അപ്പോൾ ആ എനർജി ലെവൽ ട്രാൻസ്മിഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ വന്നിട്ട് ഗോപാലകൃഷ്ണൻ സാർ മരിച്ചുപോയ പരേതന അദ്ദേഹം പറയുന്ന കാര്യം വെച്ചാൽ ക്ഷേത്രങ്ങളുടെ മേൽക്കൂരയില്ലാത്ത ക്ഷേത്രങ്ങൾക്ക് അവർ കൗണ്ട് ചെയ്യുന്ന ഈ ഫിസിക്സിൽ ചില കാൽക്കുലേഷൻ ഉണ്ട്. അതിൽ 12 ലെവലാണ് നാഗക്ഷേത്രങ്ങൾക്കുള്ളത്. അത്ര എനർജി ലെവലാണ് നാഗങ്ങൾക്ക്. അതുകൊണ്ടാണ് ഓപ്പണായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾക്ക് വിശേഷം കൂടുതലാകും. പിന്നെ വിഷ്ണുവിന് വരുമ്പോൾ 6, ശിവന് അങ്ങനെ പുള്ളി തന്നെ ഓരോ ക്ഷേത്രങ്ങളെ പഠിച്ചിട്ട് പുള്ളി പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഫിസിക്സ് കാൽക്കുലേഷനിലൊരു പോയിൻ്റ് ഉണ്ട്, ഡിഗ്രി എന്താ പറയുക, ഒരു മെട്രിക് പോലൊരു നമ്പർ. ആ നമ്പറിലാണ് 12 ലെവൽ, എനർജി ലെവൽ വരെ 12 ഉള്ളത് നാഗക്ഷേത്രത്തിനാണെന്ന് പുള്ളി പറയാറുണ്ട്.
ചില ശാസ്താക്ഷേത്രങ്ങൾ ഓപ്പൺ ടെറസ്, അതാണ് ഭൂശാസ്ത്ര എന്ന് പറയും, കരമനിൽ ചിലന്തി വെട്ട, അവിടെയൊക്കെ ഓപ്പണാണ്, അവിടെ എനർജിയിൽ അത്രയും ഉണ്ട്, അത്രയും പവർ കൂടുതലാണ്. അപ്പം ഈ വിദേശത്തു നിന്ന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പൂജയും കാര്യങ്ങളും. അവരുടെ പൂജ കഴിയുമ്പോഴത്തേക്കും ദേവി അവർക്ക് വെർച്വലി അവർ കാണുന്നു. ഇവർക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണോ ഈ വിദേശത്തിരിക്കുന്നവർക്ക് ഉണ്ടാവുന്നത്? അത് അവരുടെ ചോദിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയായ മറുപടിയല്ല, അഹങ്കാരമല്ല, അത് അഹങ്കാരപ്പുറത്തിലാണ്. പക്ഷെ ഒരുപാട് പേർക്ക് അനുഭവേദ്യമായിട്ടുണ്ട്. അവർക്ക് റിസൾട്ട് വരുന്നതുകൊണ്ടുള്ള വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റേറ്റീവായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കൊച്ചുമക്കൾ വരെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും എന്നെ താത്താന്ന് വിളിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ആൾക്കാർ സ്റ്റിൽ ദയർ. എന്നുവെച്ചാൽ അവരുടെ അമ്മ, മക്കളുടെ മക്കള്, അത്രയും ഒരു കണക്ടിവിറ്റി കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അതിന് പേഴ്സണലി അനുഭവവേദ്യമായ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ വല്ലപ്പോഴും ആഴ്ച ദിവസം വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ മലേഷ്യ, അമേരിക്കയിൽ നിന്ന് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഡിഫറെൻറ്റ് അവിടുത്തെ കാലിഫോർണിയ തൊട്ട് ഈ ന്യൂയോർക്ക് വരെയുള്ള ആ ഡിഫറെൻറ്റ് വേരിയേഷനുള്ള ആൾക്കാർ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവർക്കത് അനുഭവവേദ്യമാകുന്നുമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ വേർച്വലി, നമ്മളിപ്പം തമാശയ്ക്ക് അല്ലാതെയൊക്കെ പറയും, നമ്മൾ വേർച്വലി നാളെ ദൈവത്തെ തൊഴുന്ന അല്ലെങ്കിൽ അനുഗ്രഹം മേടിക്കുന്ന ഒരു കാലം വരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന അമ്മമാരായിക്കോട്ടെ, ഭക്തരായിക്കോട്ടെ. അപ്പം ഇങ്ങനെ ഒരു വേർച്വലി പൂജ ചെയ്തു അല്ലെങ്കിൽ ഇതിലേക്ക് കണക്റ്റഡ് ആയപ്പം ഒപ്പോസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു നെഗറ്റീവുണ്ട്, സംശയമില്ല കാര്യം. നമ്മളെ ഞാൻ കുറച്ചുകൂടെ ഇതായിട്ട് പറയാം, നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഹോമവിധാനത്തിൽ ഹോമം ചെയ്യാനായിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ധർമ്മമായിട്ട് പരിധിയിടും. അപ്പോൾ ഏത് നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു പോസിറ്റീവായ എനർജി ലെവൽ ബൂസ്റ്റപ്പ് ആക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് രാക്ഷസന്മാർ വന്ന് ആ യാഗം നിർത്താതിരിക്കാനായിട്ടുള്ള പരിധിയായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചത്. നെഗറ്റീവ് വന്ന് അപ്പോൾ എല്ലാത്തിലും ഉണ്ട്. നമ്മളത് കൗണ്ട് ചെയ്യുന്നില്ല. വരുന്നത് അവർ പറയട്ടെ, കേൾക്കട്ടെ. നമ്മളതിനെപ്പറ്റി വ്യാകുലപ്പെടുകയോ അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് വിചാരിക്കുന്നില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ അടുത്തറിയാവുന്ന ഒരാൾ, ഇവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നയാൾക്ക് ഒരു ദിവസം നടയടച്ചപ്പോഴത്തേക്കും പുള്ളി വന്ന് നടയടച്ചു പോയി. പുള്ളി സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ പുള്ളിക്ക് ആപ്പടെ വിഷമമായി. പുള്ളിയുടെ തോന്നി ഇങ്ങനെ സത്യം. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി നമ്മൾ വേറെ ആൾട്ടർനേറ്റീവ് ഒരാൾ അറേഞ്ച് ചെയ്ത ആൾ ഒരു 10 മിനിറ്റ് നേരത്തെ അടച്ചിട്ട് പോയി. അപ്പോൾ അങ്ങനെ പറ്റിയതാണ്. സോറി പറഞ്ഞ് റിപ്പീറ്റ് ആയിട്ട് ഒരാഴ്ച വീണ്ടും സംഭവിച്ചു. പുള്ളി എനിക്ക് അമ്പലത്തിൽ കയറാറില്ല. ആർക്ക് പോയി? എനിക്ക് പോയി, പുള്ളിക്ക് പോയി, അത്രയേ ഉള്ളൂ. ഇപ്പം നമുക്കിതിൽ നമ്മൾ അതിനേക്കാളും അടുത്ത ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാനൊരു എക്സാമ്പിൾ, ഒരു ഇംഗ്ലീഷ് സിനിമ പറയുകയാണെങ്കിൽ മെട്രിക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. അതിലൊന്നിട്ട് ആദ്യം അവന് വെടികൊള്ളും. പിന്നെ അടുത്ത പ്രാവശ്യം ഈ പുള്ളി എനർജി ലെവൽ ബൂസ്റ്റായ ശേഷം പുള്ളി ആ ബുള്ളറ്റിന് ഇങ്ങനെ പിടിച്ചിട്ട് താഴെ. അതുപോലെ വി ആർ നോട്ട്, നമ്മൾ അതിൻ്റെ മുകളിലാണ് ചിന്തിച്ചാൽ മതി. പിന്നെ നമുക്ക് നെഗറ്റീവ് ഇല്ലല്ലോ. പിന്നെ അതിൽ നമുക്കൊരു അവധൂതനുണ്ടായിരുന്നു, നമ്മുടെ ആലയസ്വാമിയുടെ ഞങ്ങൾ പോകുമായിരുന്നു. പുള്ളി നവഭാഗം. അതായത് നമ്മുടെ 2 കാര്യത്തിന് പുള്ളി ഭയങ്കര, നമ്മളിതുപോലെ ഒന്നൊരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും പുള്ളി തന്നിരിക്കുകയാണ്, ഒന്നും സംസാരിക്കില്ല, അവിടെ ചെന്നിരുന്നാൽ മതി. ഞാനും വൈഫ് വൈക്കം പത്മാകൃഷ്ണൻ വയലിനിസ്റ്റാണ്, ഞങ്ങൾ രണ്ടും കൂടെ പോയി ഇരുന്നിട്ട് ഞങ്ങൾ കുറേ അന്ന് ഉണ്ടായിരുന്ന കയ്യിലുള്ള കുറേ സാധനങ്ങളെ കൊണ്ടവിടെ സമർപ്പിച്ചിട്ട് ഇരിക്കുകയാണ്. പുള്ളി ഞങ്ങളുടെ അടുത്തല്ല പറയുന്നത്, വേറെ അടുത്ത് പറയുന്നവരെ പുള്ളി സ്വയം സംസാരിക്കുന്നവരെ ഒന്നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ ഈ നെഗറ്റീവ് ആൾക്കാരെ പുള്ളി എങ്ങനെ അത് ഫേസ് ചെയ്തു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഉത്തരം കിട്ടി. ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല, ചോദിച്ചില്ല, പുള്ളി ഞങ്ങൾക്ക് ഉത്തരം തന്നു. പിന്നെ വന്നിട്ട് ചണ്ഡ്യഹോമത്തിന് വേണ്ടി ഞങ്ങൾ ഇത്തിരി വലിയ തോതിൽ ചണ്ഡ്യഹോമം ആനന്ദശയന മണ്ഡപത്തിൽ വെച്ചിട്ട് 2006 ചെയ്തു. പുള്ളിയെടുത്ത് പോയി ഇരിക്കുകയാണ്. പുള്ളി ഇങ്ങനെ നോക്കി കുറേ സാമ്പ്രാണി കൊതുക് തള്ളി നടന്നിട്ട് തിരിച്ച് വന്നിരുന്നിട്ട് പറഞ്ഞു, ഒരു ബോക്സിൽ കുറച്ച് കോയിൻ ഉണ്ടായിരുന്നു, ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങൾ തരുവാണ്. ചണ്ഡ്യഹോമത്തിന് ഞങ്ങൾ ദക്ഷിണയ്ക്ക് വേണ്ടി പോയതല്ല, പിരിക്കാൻ വേണ്ടി പോയതല്ല, സ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി, നന്നായിട്ട് നടക്കാൻ വേണ്ടി അനുഗ്രഹത്തിന് പോയപ്പോഴത്തേക്കും കുറേ കോയിൻ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നു. ആ വർഷം ചണ്ഡ്യഹോമത്തിന് ഞങ്ങൾക്ക് 2.5 ലക്ഷം രൂപ ഇത്രയും കുറഞ്ഞ എമൗണ്ടാണ്. പക്ഷെ ചിലവായത് ഞങ്ങൾക്ക് കിട്ടിയ വരുമാനം എന്ന് പറഞ്ഞാൽ 20 രൂപ, 30 രൂപ, 50 രൂപ, 100 രൂപ, 10,000 5,000 ഒന്നും ആൾക്കാരൊന്നുമില്ല.
അത്ര ആൾക്കാരുടെ അതായത് ചില്ലറയായിട്ട് ഞങ്ങൾക്ക് ഗംഭീരമായിട്ട് നടത്താൻ നമ്മൾ പറഞ്ഞ പലതുള്ളി പെരുവെള്ളം എന്ന് പറയും പോലെ അദ്ദേഹത്തിന് അനുഗ്രഹം തന്നെ. അദ്ദേഹം അനുഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങ് നടത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവമുണ്ട്. തീർച്ചയായും. ഇപ്പോൾ അങ്ങ് കുറച്ച് സയൻറ്റിഫിക്കായിട്ട് സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ നെഗറ്റീവിനെ കുറിച്ച് കുറച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ തമ്മിൽ എന്നുള്ള ശ്രീകണ്ഠൻ നായരുടെ ഷോ ഉണ്ട്. അങ്ങയുടെ ഗ്രാജുവേഷനും അതൊക്കെ അങ്ങ് ഇവിടെ പറഞ്ഞു. അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? വളരെ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയപരമായി അങ്ങ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയത അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ പൂജാവിധാനത്തിൽ അല്ലേ? പലപ്പോഴും ആ തമ്മിൽ ആ പ്രോഗ്രാമിൽ വരുമ്പോഴത്തേക്കും ഈ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുകിൽ അപ്പർ സൈഡിൽ ഈ നിരീശ്വരവാദികളുടെ ഒരു പല ടൈപ്പാണ്, ഒരു ടൈപ്പല്ല പല ടൈപ്പ്. ശ്രീകണ്ഠൻ നായർ സംസാരിക്കാൻ സമ്മതിക്കില്ല ചില സമയത്ത്. അതിൽ ഇൻ്റർഫിയർ ചെയ്യണമെന്നാണ് ഞാൻ പറയുകയാണ്. അതായത് ഈ സയൻറ്റിഫിക്കായിട്ട് പ്രൂവൺ തന്നെയാണെന്ന് ഞാൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് പറയാം. അതായത് അതിനകത്ത് നമ്മളൊരു നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മൃത്യുഞ്ജയ ഹോമം. ഒരാൾക്ക് സുഖമില്ലാതിരിക്കുകയാണ്, അവർക്ക് വേണ്ടി മൃത്യുഞ്ജയ ഹോമം ചേർന്ന് ജാഡാലുണ്ടെന്ന് പറഞ്ഞ അമേരിക്കൻ ഒരാൾ അമ്മയ്ക്ക് ചില സുഖമില്ലാതെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തു, റിസൾട്ട് വന്നു, അമ്മ പുറത്ത് വന്നു. അപ്പോൾ ഇതിൽ ജാതകവുമായിട്ട് എങ്ങനെ ബന്ധം, അവരുടെ മോശപ്പെട്ട സമയമാണ്, മരിക്കാറായി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ മൂലം തന്നെ വെച്ചാൽ ഈ വെള്ളിരിക്ക വന്നിട്ട് ഞെട്ട് ഉണങ്ങി കഴിഞ്ഞാൽ തനിയെ പോകും, ആരും പിടിച്ച് വലിക്കുകയൊന്നും വേണ്ട. അതുപോലെ നിങ്ങൾക്ക് മരണത്തിന് സമയം ആയെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ബേസിക്കായിട്ടുള്ള ഹിന്ദു തത്വം തന്നെ മോക്ഷത്തിന് വേണ്ടിയുള്ളതാണ്. മഹാവിഷ്ണു ആയാലും ശിവന്റെ ആയാലും എല്ലാം ലീഡ്സ് ടു മോക്ഷം. നമ്മളതിൽ എടുത്തുകൊണ്ട് പോവുക, നമ്മൾ ദൈവത്തിൻ്റെ കാലിലോട്ട് സായുജ്യം ഇനി പുനർജന്മം വേണ്ട എന്നുള്ള നമ്മുടെ കോൺസെപ്റ്റ്. ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൃത്യുഞ്ജയ മന്ത്രം പറയുമ്പോൾ തന്നെ എനിക്ക് സമയമായിട്ടുണ്ടെങ്കിൽ ദേവി തന്നെ എടുത്തോണ്ട് എന്നെ കഷ്ടപ്പെടുത്തും. അത് തന്നെയാണ് കോൺസെപ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ സമയം ഉണ്ട്, പുറത്ത് വരും എന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് മൃത്യുഞ്ജയ ഹോമം ഇത്രയും ആവർത്തി ചെയ്യുമ്പോഴത്തേക്കും പുറത്ത് വരും. എല്ലാ സമയമായെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സായുജ്യം. അതിന് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിൽ ഒരേ ആൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്, ഒരാൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരാളൊന്ന് ബാംഗ്ലൂരിലാണ്, അപ്പോൾ പറഞ്ഞു ഹസ്ബൻഡ് വളരെ കഷ്ടപ്പെടുകയാണ്, ചെയ്തു തന്നെ ഭയങ്കര ഏജിലാണ്, കഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇത്തിരി അവിടെ ചെയ്യാൻ, നമുക്ക് പോയി ചെയ്യാൻ പറ്റില്ല, നമുക്ക് പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ പോയിട്ട് അവിടെ നിന്ന് അവർക്ക് സങ്കല്പം ചെയ്ത് കുറച്ച് എള്ളും അരിയും പൂവൊക്കെ എടുത്ത് സങ്കല്പിച്ചിട്ട് അവിടെ വയ്ക്കൂ, വെള്ളത്തിലോട്ട് ഒഴുക്കി വയ്ക്കൂ, നമ്മളിവിടെ പൂജ ചെയ്യാതെ അങ്ങനെ സങ്കല്പിച്ചിട്ട് ചെയ്തു. 72 മണിക്കൂറിനകത്ത് സായുജ്യമായെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ റിവേഴ്സിൽ ഒരാൾ വന്നിട്ട് 92 വയസ്സായി, 26 ദിവസം കൊണ്ട് പച്ചവെള്ളം മാത്രം കഴിച്ച് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് പേടിയായി, ഇനിയിപ്പോൾ മുമ്പോട്ട് പോവുമോ ഇല്ലയോ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ലിവിങ് എക്സാം വളരെ ക്ലോസ് റിലേറ്റീവാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് ഇന്നലെ പോയപ്പോഴും നടക്കാൻ തുടങ്ങി. ആ 26 ദിവസം ഞങ്ങൾ ഗുരുവായൂർ ഏകാദശി ദിവസം പുള്ളി അങ്ങ് സായുജ്യം എന്ന് വിചാരിച്ച ആള് ഡോക്ടർ ഒന്ന് 7 ദിവസം പറഞ്ഞാണ്. ആയുർവേദ ഡോക്ടർ പറഞ്ഞ 7 ദിവസം ഉണ്ടെന്ന് ആ കക്ഷി എഴുതി നടന്ന് കാര്യങ്ങളൊക്കെ നടന്ന് മുറുക്ക് വേണം തട്ട വേണമെന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ട്. എപ്പോഴും ഈ ആ ചർച്ചയിൽ വരുന്നത്, ഇപ്പം ഞാൻ ശ്രീകണ്ഠൻ നായരെ തന്നെ പറയുന്നത് വേറെ ഒന്നും ഉണ്ടല്ല, ആ ചർച്ചയിൽ വരുമ്പം ഈ പലരും പറയുന്ന സമയത്ത് അവർ സയൻറ്റിഫിക് എവിഡൻസ് ആണ്. നിങ്ങൾക്ക് അസുഖം ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ, അതിപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാണത് മാറിയില്ലെങ്കിൽ നിങ്ങൾ പൂജ ചെയ്താണത് മാറിയത്, അങ്ങനെയല്ലേ അതിനുശേഷം നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തോ, വീണ്ടും അങ്ങനെ കൊണ്ടുവന്നോ, എങ്കിൽ മാത്രം ഇവിടെ അത് അവിടെ 1 മണിക്കൂർ കൊണ്ട് ഇതെന്തെങ്കിലുമൊക്കെ തെളിയിക്കാൻ പറ്റുമോ? അതായത് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ എക്സ്പീരിയൻസ് രണ്ടും മരണവും ഉണ്ട്, അതേ സമയത്ത് തിരിച്ച് വന്ന അവസ്ഥയുണ്ട്. ഇതിൽ പരമാവധി തെളിവ് എന്താ വേണ്ടത്? തെളിവല്ലേ ഇത്. പുള്ളി അതേ ICU തന്നെ കിടക്കുകയാണ്, അവർക്ക് വേറെ എക്സ്ട്രാ മെഡിസിനോ ഒന്നും കൊടുക്കുന്നില്ല, പൂജ മാത്രമാണ് ആ സമയത്ത് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദ പ്രൂവൺ. പിന്നെ നമ്മുടെ കാര്യം, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇതിനേക്കാൾ നമ്മൾ ഈ മന്ത്രതന്ത്രാദികളുടെ ഒരു പ്രയോറിറ്റി പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് ഒരു എനർജി ലെവൽ ചെക്കിങ്ങിനൊക്കെ റഷ്യയിലൊരു ക്യാമറയുണ്ട്, ക്രീംലൈൻ ക്യാമറ, അത് വെച്ച് ടെസ്റ്റ് ചെയ്ത പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെന്താ പറയുക, ഒരു അതിരാത്രി സമയത്തോ മറ്റോ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ഇതിന് ഓതറൈസ്ഡായിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പലപ്പോഴും പടിഞ്ഞാറ് നോക്കികളായതുകൊണ്ട് അവിടെ ആരെങ്കിലും പറഞ്ഞാലേ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഈ ഹീലിങ്ങിനെയൊക്കെ പറ്റി അവിടെ പറയുമ്പോൾ കൂടുതലും ഈ വിദേശത്താണ് കൂടുതൽ ഹീലിങ്ങും, ഹോസ്പിറ്റലിൽ അവർ തന്നെയാണ് ഹീലിങ്ങിനേക്ക് ഇവരെ സജസ്റ്റ് ചെയ്യുന്നത്. അതെ, സൗണ്ട് എനർജിയെ പറ്റി നമ്മൾ മന്ത്രം സൗണ്ട് എനർജിയാണ്. ഇപ്പോൾ വന്നിട്ട് ഈ ഒരു ഡോക്ടർ അമൃത ബാനർജി എന്ന് പറഞ്ഞു, പുള്ളിക്കാരി വന്നിട്ട് മെൻ്റലി റിട്ടയർഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മ്യൂസിക് തെറാപ്പി കൊടുത്ത് ഹീൽ ചെയ്യുകയാണ്. അവരത് കഴിഞ്ഞിട്ട് എന്തുമാത്രം മാറ്റങ്ങളെന്നറിയും. ഇത് പ്രൂവൺ എന്ന് പറഞ്ഞാൽ വിഷ്വൽ പ്രൂവാണ്, അല്ലാതെ
മെഡിക്കലി പ്രൂവൺ ചെയ്യാൻ പറ്റില്ല. വിഷ്വൽ പ്രൂവൽ, അതായത് ആ കുട്ടികൾ എണീക്കുന്നു, നടക്കുന്നു, എഴുതുന്നു, കുറച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ വിഷയമുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് കഴിയുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അവർക്ക് എണീറ്റ് നടക്കുന്നതിന് പോവല്ലേ, വേറൊരു എക്സ്ട്രാ മെഡിസിനൊന്നും കൊടുക്കാതെ തന്നെ അവർ വീണ്ടും എണീറ്റ് നടന്നു വരിക എന്ന് പറഞ്ഞാൽ ഈ മന്ത്രത്തിൻ്റെ സംശയമില്ലാത്ത കാര്യമാണ്.